കാരുണ്യദിനമായി ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, എന്നാൽ ആകാശത്തിന്റെ അധിപൻ നാഥൻ തമ്പുരാൻ നിങ്ങളോട് കരുണ ചെയ്യും. അത് മനുഷ്യർ മാത്രമല്ല, ഉറുമ്പുകളോട്, മറ്റ് ജീവികളോട്, പൂച്ചകളോട്, നായ്ക്കളോട്. ഞാൻ പലപ്പോഴും മക്കാം പള്ളിയിൽ എന്ന് പറയാറുണ്ട്, ചൂട് ശക്തമാകുന്ന സമയത്ത് നിങ്ങളുടെ ഓരോ വീടുകളിലും വീടിന്റെ പരിസരത്ത് വലിയ പാത്രത്തിൽ വെള്ളം വെക്കണം. എന്നിട്ട് പക്ഷികളും പൂച്ചകളും അത് കുടിക്കട്ടെ. അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങളുടെ ഖബറിലേക്ക് എത്തും. നാം നട്ടുവളർത്തിയ മാവിൽ നിന്ന് മാമ്പഴം അല്ലെങ്കിൽ മറ്റു പഴങ്ങൾ നാം വളർത്തിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ മിൽക്കിലുള്ളതാണ്. അതിൽ നിന്ന് പക്ഷികൾ പഴം കൊത്തുന്ന കാലത്തോളം, അവരുടെ വിശപ്പകറ്റുന്ന കാലത്തോളം പടച്ച റബ്ബ് അതിന്റെ പ്രതിഫലം നമുക്ക് രണ്ട് ലോകത്തും തരും. ഇത് വിശ്വസിക്കണം. യർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. അടുത്ത വീട്ടിലെ കോഴിയോ അല്ലെങ്കിൽ പൂച്ചയോ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും, നമ്മുടെ പറമ്പിലേക്ക് വരുമ്പോഴേക്കും എറിഞ്ഞ് കാലൊടിക്കുന്ന ഒരു ശൈലി നമ്മൾ തല്ലല്ലോ എന്ന് കരുതി പാടില്ല. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ പാടില്ല. റിഫാഈ ശൈഖിന്റെ ചരിത്രത്തിൽ പലപ്പോഴും പലയിടത്തുനിന്ന് കേൾക്കുന്ന ഒരുപാട് കഥകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, അതിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ടല്ലോ. ഉറുമ്പ്, ചില ആളുകൾ ഉറുമ്പിൽ കൂട്ടം കാണുന്ന സമയത്ത് കാലുകൊണ്ട് ചവിട്ടി അരച്ച്. എന്താണ് വേണ്ടത്? ഉറുമ്പിന് പഞ്ചസാര വെള്ളം കൊടുക്കണം. ഒരു പഞ്ചസാരയോ അല്പം നീരുള്ള മധുരമുള്ള വെള്ളം കൊടുക്കണം. അവർ വളരട്ടെ, അതിന്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണത്തിന്റെ വേസ്റ്റ് നാം നമ്മുടെ തീൻമേശയിൽ ബാക്കിയായി കിടക്കുന്ന ഭക്ഷണത്തിന്റെ എല്ലും മുള്ളും ബാക്കിയുള്ളത് വീടിന്റെ പരിസരത്ത് വേസ്റ്റ് കുഴിയുണ്ടാവും. ആ കുഴിയിലേക്ക് കണ്ടു കൊണ്ടുപോയി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മണ്ണായി പോവുകയാണ്. അതേസമയം നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള പൂച്ചകൾക്കോ കാക്കകൾക്കോ മറ്റു ജീവികൾക്കോ അത് തിന്നാൻ കിട്ടുന്നില്ല. എന്തിനത് വേസ്റ്റാക്കി കളയണം? അങ്ങനെ കളയണം. അവർക്ക് തിന്നാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം.